വീരർത്തൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് ബാൾട്ടി ബോയ് ഭാരത് ഹൈ ഇനി എത്ര സമയം എടുക്കുന്നുണ്ടേ മാജിക്കൽ മിക്സ്ചറിന്? തുളസി, ഇഞ്ചി, ഗ്രാമ്പൂ, പിന്നെ ഈ ബ്ലാക്ക് ഗോൾഡും. ബ്ലാക്ക് ഗോൾഡ് ജലദോഷം തലച്ചോറിനെ ബാധിച്ചെന്നാ തോന്നുന്നേ. സ്വർണ്ണം എന്ന് മുതലേ കറുത്തതായത്. ഇത് കറുത്ത സ്വർണമാണ്. ഇത് കുരുമുളകല്ലേ? ഒരു സമയത്ത് ഇതിന്റെ വില സ്വർണത്തെക്കാൾ കൂടുതലായിരുന്നു. ഇതിനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ സിംഹം വളരെ വലിയ യുദ്ധം ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ സിംഹം ആരായിരുന്നു ട്രിഷ്? ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു തരോ? സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. കേരളത്തിന്റെയും കർണാടകയുടെയും തീരപ്രദേശങ്ങൾ മലബാർ എന്നും കർണാടകയിലെ ചില പ്രദേശങ്ങൾ മൈസൂർ രാജ്യം എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. മലബാറിൽ കോട്ടയം എന്നൊരു ചെറിയ രാജ്യമുണ്ടായിരുന്നു. ആ കോട്ടയം രാജ്യത്തായിരുന്നു കേരളത്തിന്റെ സിംഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹം കേരളവർമ്മ, പഴശ്ശിരാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. 1753 ജനുവരി 3-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം തന്റെ ദേശദേവതയായ മൃദംഗ ശൈലേശ്വരി അമ്മയുടെ പരമഭക്തനായിരുന്നു. മൃദംഗ ശൈലേശ്വരി അമ്മയുടെ കൃപ കൊണ്ട് കോട്ടയത്തിന്റെ മണ്ണിൽ കറുത്ത സ്വർണം വിളഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തട്ടിയെടുക്കുന്നതിനായി മുഗളന്മാരും വെള്ളക്കാരും ആക്രമിക്കുന്നുമുണ്ട്. നമ്മൾ ഒരിക്കലും ആരോടും വൈരാഗ്യം സൂക്ഷിച്ചിരുന്നില്ല. നമ്മൾ സമാധാനത്തോടെ കച്ചവടം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആരെങ്കിലും നമ്മുടെ മാതൃഭൂമിയെ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ ജനങ്ങളോട് അനീതി കാണിച്ചാൽ, മൃദംഗ ദേവിയാണ് സത്യം. അവരുടെ സർവനാശം കണ്ടിട്ടേ നമ്മൾ ഈ ഉടവാൾ താഴെ വെക്കൂ. ഒരു വശത്ത് കേരളവർമ്മ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇളയച്ചൻ വീരവർമ്മ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം മൂലം പഴശ്ശിരാജയ്ക്കെതിരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കൈകോർത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ടയത്തിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്നു. താങ്കളായിരിക്കും അതിന്റെ പുതിയ രാജാവ്. താങ്കൾക്കറിയാമോ അതിന് പകരമായി എന്താ ചെയ്യേണ്ടതെന്ന്? പകരമായി ഞാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയ കപ്പം തരേണ്ടി വരും. അതെനിക്ക് സമ്മതമാണ്. ആ കേരളവർമ്മയെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയാൽ മാത്രം മതി. ബ്രിട്ടീഷ് ഓഫീസർമാർ 300ഓളം പട്ടാളക്കാരുമായി രാത്രിയുടെ മറപറ്റി മഹാരാജാവ് കേരളവർമ്മയെ തടവിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചേർന്നു. പക്ഷേ സർ, ഞങ്ങൾ വീട് മൊത്തം അരിച്ചു പെറുക്കി. കേരളവർമ്മ എവിടെയുമില്ല. കേരളവർമ്മ മാത്രമല്ല, ദേവിയുടെ വിഗ്രഹവും കാണാനില്ല. കുഴപ്പമൊന്നുമില്ല, ഓടിപ്പോയി. നമുക്കതായാലും മതി. രാജസിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. വീരവർമ്മ, എന്നു മുതൽ താങ്കളാണ് കോട്ടയത്തിന്റെ രാജാവ്. വളരെ നന്ദി. ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി കപ്പൻ തന്നുകൊണ്ട് താങ്കൾ താങ്കളുടെ വാക്ക് പാലിക്കണം. ഈ ഭാരിച്ച നികുതി അടക്കാനായി വീരവർമ്മ കോട്ടയത്തെ കർഷകരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ദുരിതത്തിലായ കർഷകർ തങ്ങളുടെ പ്രശ്നങ്ങളുമായി വനത്തിൽ അഭയം പ്രാപിച്ച കേരളവർമ്മയെ സമീപിച്ചു. അത്യാഗ്രഹത്തിന്റെ വിത്തുകൾ നമ്മുടെ വീടിനകത്ത് തന്നെ മുളച്ചത് നമ്മൾ അറിഞ്ഞില്ല. എന്നാൽ നാം അതിനെ വേരോടെ തന്നെ പിഴുതെറിയുന്നതായിരിക്കും. അതിനായി സ്വന്തം രക്തത്തോട് തന്നെ പോരടിക്കേണ്ടി വന്നാലും. കേരളവർമ്മയുടെ പിന്തുണ ലഭിച്ചതോടെ ഗ്രാമവാസികൾ ധൈര്യം സംഭരിച്ച് അടിച്ചമർത്തുന്നതിനെതിരെ പോരാടാൻ തുടങ്ങി. കേരളവർമ്മയുടെ സഹായത്തോടെ അവർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ തുടങ്ങി. ഗ്രാമീണരുടെ ധീരത കണ്ട് ബ്രിട്ടീഷുകാർ ഇളകിമറിഞ്ഞു. അവർ വീരവർമ്മയെ കാണാൻ വിളിപ്പിച്ചു. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. താങ്കൾ കേരളവർമ്മയുടെ കഥ കഴിച്ചാൽ മതി. ഈ പ്രശ്നം അതോടെ തീർന്നോളും. പക്ഷെ ഒരു കാര്യം ഓർത്തു വച്ചേക്കണം, അവൻ കോട്ടയത്തിന്റെ സിംഹമാണ്. അവനെ വേട്ടയാടി കൊല്ലാൻ വേണ്ടി നല്ലൊരു കെണി ഒരുക്കേണ്ടി. എനിക്ക് കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നത് വളരെ ഇഷ്ടമാണ്.
ബ്രിട്ടീഷുകാർ കേരളവർമ്മയെ വനങ്ങളിൽ തുറയാൻ തുടങ്ങി. ഈ കാടിന്റെ മുക്കുമൂലയും അരിച്ചു പെറുക്കൂ. ആ കേരളവർമ്മ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. എന്നാൽ കേരളവർമ്മയുടെ ചാരന്മാർ കാട്ടിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വനത്തിൽ പ്രവേശിച്ച ഉടനെ അവർ സിഗ്നലുകൾ അയക്കും. സന്ദേശം കിട്ടിക്കഴിഞ്ഞു. അവർ നമ്മുടെ കെണിയിൽ പെടാൻ പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കോളൂ. ഇതെന്ത് ശബ്ദമാണ്? കേരളവർമ്മ കോട്ടയത്തിന്റെ മണ്ണിനെയും അവിടുത്തെ കാടിനെയും അവിടുത്തെ ജനങ്ങളെയും നന്നായി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം അവിടെയുള്ള ട്രൈബൽ ആളുകളുടെ ഒരു സേന തയ്യാറാക്കി. അവർ കാടുകളിൽ ഒളിച്ചിരുന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. ആ വിദേശികൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ കേരളവർമ്മയും അദ്ദേഹത്തിന്റെ പട്ടാളക്കാരും അവരെ തറ പറ്റിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് കേരളവർമ്മയെ തോൽപ്പിക്കുക എളുപ്പമായിരുന്നില്ലെന്ന് മനസ്സിലായപ്പോ അവർ അവിടെയുള്ള മറ്റൊരു രാജ്യമായ വയനാട്ടിലൂടെ ആക്രമണം അഴിച്ചുവിടാൻ തീരുമാനിച്ചു. കേരളവർമ്മ ഒരുപക്ഷെ വയനാട്ടിൽ പരാജയപ്പെട്ടു പോയേനെ. പക്ഷേ അവസാന നിമിഷത്തിൽ മൈസൂരിലുള്ള ടിപ്പു സുൽത്താൻ തങ്ങളുടെ പഴയ ശത്രുത മറന്നുകൊണ്ട് തന്റെ സൈന്യത്തെ പഴശ്ശിരാജയെ സഹായിക്കാൻ പറഞ്ഞയച്ചു. 1757 ആ യുദ്ധത്തിൽ കേരളവർമ്മ ബ്രിട്ടീഷുകാരുടെ 1200 പട്ടാളക്കാരെ തോൽപ്പിക്കുക മാത്രമായിരുന്നില്ല, അവരുടെ വെടിക്കോപ്പുകളെയും ആയുധങ്ങളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് തന്റെ മുന്നിൽ മുട്ടുകുത്തിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചു. വീരവർമ്മയെ ഇടയിൽ നിന്നും മാറ്റി പഴശ്ശിരാജയോട് നേരിട്ട് സന്ധി ചെയ്യുന്നതാണ് നല്ലതെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നാൻ തുടങ്ങി. അപ്പൊ വീരവർമ്മ അവിടെയും ഇവിടെയും ഇല്ലാത്ത അവസ്ഥയായല്ലേ? ഞങ്ങൾ നിങ്ങളോട് സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് ചില നിബന്ധനകളുണ്ട്. എന്തൊക്കെയാണ് താങ്കളുടെ നിബന്ധനകൾ? കോട്ടയത്തിലും വയനാട്ടിലും നിങ്ങൾക്ക് യാതൊരു അധികാരവും ഉണ്ടാവില്ല. വെള്ളക്കാരിന്റെ സർക്കാരിന് ഞങ്ങളെ രാജ്യത്തിൽ നിന്ന് കപ്പവും തരുന്നതല്ല. നമ്മുടെ വീടും ഖജനാവും തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. കൂടാതെ കമ്പനി സർക്കാർ നമുക്ക് 8000 രൂപയും തരേണ്ടതാണ്. ബ്രിട്ടീഷ് ഓഫീസർക്ക് മനസ്സില്ലെങ്കിലും ആ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വന്നു. അവർ മനസ്സില്ലാ മനസ്സോടെ ആ വ്യവസ്ഥകളുടെ ഉടമ്പടിയിൽ ഒപ്പിട്ടു. പക്ഷേ ജനങ്ങളുടെ ഈ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. 1800 ബ്രിട്ടീഷുകാർ ആ സന്ധി ഉടമ്പടി ലംഘിച്ചുകൊണ്ട് വയനാടിനെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി മുതിർന്നു. ഇത്തവണ അവരെ ലീഡ് ചെയ്തിരുന്നത് മേജർ ജനറൽ ആദർ വെല്ലസ്ലി ആയിരുന്നു. അങ്ങനെ കിട്ടിയ വിവരമനുസരിച്ച് ബ്രിട്ടീഷ് ഓഫീസർ മേജർ ജനറൽ ആദർ വെല്ലസ്ലി വലിയൊരു സേനയുമായി വയനാടിന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ സേനയെ നമ്മൾ എങ്ങനെ നേരിടാനാണ് അങ്ങനെ? നമ്മുടെ സേന ഇനിയും നമ്മൾ വലുതാക്കും. കേരളവർമ്മ നേരത്തെ തന്നെ എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു. അവർ സിഗ്നൽ നൽകിയ ഉടനെ ഒരു പഠാൻ സൈന്യവുമായി അകത്തേക്ക് വന്നു. ഇത് ടിപ്പു സുൽത്താന്റെ പടയാളികളാണല്ലോ. ടിപ്പു സുൽത്താന്റെ കാലശേഷം അവർ നമ്മളോടൊത്തു ചേർന്ന് പോരാടാൻ പോവുകയാണ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ യഥാർത്ഥ ശത്രുക്കൾ നമ്മളല്ല, കമ്പനി പട്ടാളമാണെന്ന്. ഇപ്പോൾ ഇവർ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ പോവുകയാണ്. പക്ഷെ അങ്ങുന്നേ, ഇവരെ നമുക്ക് അങ്ങനെയങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? ഇവരുടെ മതവും വിശ്വാസവും എല്ലാം നമ്മളിൽ നിന്ന് വ്യത്യാസമല്ലേ? നമ്മുടെ ഈ ചെറിയ ചിന്തയാണ് ബ്രിട്ടീഷുകാർക്ക് വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവർ നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കും. ഈ കമ്പനി പട്ടാളത്തെ നേരിടാൻ വേണ്ടി ഹിന്ദു, മുസൽമാൻ, വലിയവൻ, ചെറിയവൻ അങ്ങനെയുള്ള ഭാവഭേദങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടതായി വരും. ഇതാദ്യമായിട്ടായിരുന്നു നായരും മല്ലിപ്പയും പഠാനും ഒറ്റക്കെട്ടാവുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ഇതുവരെ ഈ ശക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. വീണ്ടും വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന്. ഇരുവരും തമ്മിൽ ഒരു യുദ്ധം നടന്നെങ്കിലും കേരളവർമ്മ, നായർ, മലിപ്പ, പഠാൻ എന്നിവർക്ക് മുന്നിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴടങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞ് യുദ്ധക്കളം വിട്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. മേജർ ജനറൽ ആദർ വെല്ലസ്ലി കേരളവർമ്മയോട് പരാജയപ്പെട്ടതിനു ശേഷം പറഞ്ഞു, ഞാൻ 1000 പട്ടാളക്കാരോടല്ല പോരടിച്ചത്, ഞാൻ ഒരു മനുഷ്യനോടാണ് പോരടിച്ചത്. കേരളവർമ്മ. അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അയാളുടെ രാജ്യം കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഈ കഥ കേരളവർമ്മയുടെ ധൈര്യത്തിന്റെ മാത്രമല്ല, ഈ കഥ ഐക്യത്തിന്റേത് കൂടിയാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും വലുതായിരിക്കില്ല.
സംശയം എന്താ ട്രിഷ്? അതുകൊണ്ടല്ലേ നിന്റെ മരുന്നിൽ നീ തുളസിയെയും ഇഞ്ചിയെയും ഗ്രാമ്പൂവിനെയും പിന്നെ ആ ബ്ലാക്ക് ഗോൾഡിനെയും ഒരുമിച്ച് ചേർത്തത്. ഇനി എത്ര വലിയ ജലദോഷമായാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു സിംഗം പോസിൽ ഒരു സെൽഫി എടുത്താലോ? भारत है हम ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.